നമുക്കിന്ന് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു പാൽപൂരിയുടെ റെസിപ്പി നോക്കാവേ. അതിനായിട്ട് നമ്മൾ സാധാരണ പൂരി തയ്യാറാക്കാറുള്ളത് പോലെ തന്നെ മാവ് കുഴച്ചെടുത്താൽ മതിയാവും. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി അതിൻ്റെ നേർപകുതി എടുത്ത ഗോതമ്പ് പൊടിയുടെ നേർപകുതി മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേതെങ്കിലും ഒരു പൊടി എടുത്താലും മതിയാവും. ഗോതമ്പ് പൊടി, മൈദ, ആട്ട ഏത് വേണമെങ്കിലും ഒരു സൈസ് എടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് 2 സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം മൈദ മാത്രം എടുത്താലും ഗോതമ്പ് പൊടി മാത്രം എടുത്തെന്ന് പറഞ്ഞാലും നമ്മൾ റവ ചേർക്കാതിരിക്കരുത്, അത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇത് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാം. അതിന് പകരം 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അത് 2 ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 30 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് വീണ്ടും കൈകൊണ്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ചപ്പാത്തി വലിപ്പത്തിലുള്ള ബോളുകളാക്കി എടുക്കുന്നുണ്ട്. ഇത് ഞാനിനി നന്നായിട്ട് പരത്തിയിട്ട് കട്ട് ചെയ്ത് എടുക്കാനാണ് ഇങ്ങനെ കുറച്ച് വലിപ്പത്തിൽ ബോളുകളാക്കി എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ബോളുകളായിട്ട് എടുത്തിട്ട് ഓരോന്നായിട്ട് പരത്തിയെടുക്കാനാണെങ്കിൽ വളരെ ചെറുതായിട്ടൊന്ന് ബോളുകളാക്കി എടുത്ത് പരത്തിയെടുക്കാം. അപ്പോൾ അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബോളുകളാക്കി എടുക്കുക. എന്നിട്ട് ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് പൊടി വിതറിയിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ എല്ലാ സൈഡും ഒരേ കനത്തിൽ പരത്തിയെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നന്നായിട്ട് ചപ്പാത്തി വലിപ്പത്തിൽ ഞാൻ പരത്തി ഒരേ കനത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയൊരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചപ്പാത്തിയിൽ നിന്ന് 4 എണ്ണം വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും ഇതിൽ നിന്നും അടർത്തിയെടുക്കാം. ബാക്കി വരുന്നതും നമുക്കൊന്ന് ബോളുകളാക്കി എടുത്തിട്ട് വീണ്ടും പരത്തിയെടുക്കാം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരേ ഷേപ്പിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു കനത്തിലും വലിപ്പത്തിലുമാണ് ഞാൻ തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ പരത്തിയിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ കുറച്ചിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് കാഷ്നട്ട്, ഒരു 8 കാഷ്നട്ടും ഒരു 10-12 ബദാമും കൂടെ ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1.5 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് ആ കുരു അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പഞ്ചസാര, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് ഇതിലേക്ക് ഇനി കുറച്ച് ബദാം ഉണ്ടെങ്കിൽ അതും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പിസ്ത ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനൊരു കളർ വേണമെങ്കിൽ കുങ്കുമപ്പൂ ഉള്ളവർ അതും കൂടെ ചേർത്ത് കൊടുത്താൽ ഒരു നല്ല കളറും കൂടെ ഇതിന് കിട്ടും. അപ്പോൾ അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുകൂടാതെ കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ ഇത് തിളച്ച സമയം തന്നെ ഓഫ് ചെയ്യുക. കുറച്ച് തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ കുറച്ച് തിക്കായിട്ട് നമുക്ക് ആ പാല് കിട്ടും. ഞാനിവിടെ ഒട്ടും ലൂസായിട്ടല്ല എടുത്തിട്ടുള്ളത്, കുറച്ച് തിക്കായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 2 മിനിറ്റ് കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് പൂരി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിലാണോ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാറ് അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഓയിൽ ചൂടായതിന് ശേഷം മാത്രം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും നന്നായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞാൽ ഇതിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പൂരി തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ കോരിയെടുക്കുക. അങ്ങനെ വീണ്ടും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാവുന്നതാണ്.
അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്ത അത്രയും പൂരിയും ഫ്രൈ ചെയ്ത് കോരി ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ആ പാല് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. കണ്ടത് കുറച്ച് തിക്കായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് മുക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളാണ്. ഇനി ഈ പൂരി നമ്മൾ ഈ പാലിൽ മുക്കിയാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റി നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളി പാൽപൂരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ മക്കൾ സൺഡേ ഒക്കെ വീട്ടിലുള്ള സമയത്ത് ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കും സ്പെഷ്യലായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്